ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തു പകർന്ന് 3 യുദ്ധക്കപ്പൽ കൂടി. മിസൈൽ നശീകരണ കപ്പലായ INS സൂറത്ത്, സ്റ്റെൽത്ത് യുദ്ധക്കപ്പലായ INS നീലഗിരി, അന്തർവാഹിനിയായ INS വാഗ്ഷീർ എന്നിവയുടെ കമ്മീഷനിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ബുധനാഴ്ച നിർവഹിച്ചു. 21ാം നൂറ്റാണ്ടിലെ നാവികസേനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള വളരെ വലിയ ചുവടുവയ്പ്പാണ് ഇതെന്ന് മുംബൈയിൽ നടന്ന കമ്മീഷനിംഗ് ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഡിസ്ട്രോയർ, ഫ്രിഗേറ്റ് ഇനത്തിൽപ്പെട്ട യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയും ഉൾപ്പെടെ 3 കപ്പലുകളുടെ കമ്മീഷനിംഗ് ഒന്നിച്ച് നടക്കുന്നത് ഇതാദ്യം. ഇന്ത്യയുടെ സമുദ്ര പൈതൃകത്തിനും നാവികസേനയുടെ മഹത്തായ ചരിത്രത്തിനും ആത്മനിർഭർ ഭാരതത്തിനും സുപ്രധാന ദിനമായി ജനുവരി 15 ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ്. തദ്ദേശീയമായി വികസിപ്പിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തുകൊണ്ട് ഇന്ത്യൻ നാവികസേന ചരിത്രം സൃഷ്ടിച്ചു. മിസൈൽ നശീകരണ കപ്പലായ INS സൂറത്ത്, സ്റ്റെൽത്ത് യുദ്ധക്കപ്പലായ INS നീലഗിരി, അന്തർവാഹിനിയായ INS വാഗ്ഷീർ എന്നിവയാണ് നാവികസേനയുടെ ഭാഗമായത്. മുംബൈയിലെ നാവിക തുറമുഖത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയുടെ മുൻനിര യുദ്ധക്കപ്പലുകൾ രാഷ്ട്രത്തിന് സമർപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ സുപ്രധാന നാവിക ശക്തിയായി ഇന്ത്യ മാറിയതായി ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രധാനമന്ത്രി പറഞ്ഞു. भारत में नौसेना को नया सामर्थ्य दिया था, नया विजन दिया था. आज उनकी इस पावन धरती पर 21वीं सदी की नेवी को सशक्त करने की तरफ हम एक बहुत बड़ा कदम उठा रहे हैं. ये पहली बार हो रहा है जब एक डिस्ट्रॉयर, एक फ्रिगेट और एक सबमरीन तीनों को एक साथ कमीशन किया जा रहा है. കപ്പൽ നിർമ്മാണ വ്യവസായ രംഗത്തെ രാജ്യത്തിന്റെ പുരോഗതി ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ സമുദ്രമേഖലയിലെ ദ്രുത പ്രതികരണ ശേഷിയുള്ള സേനയായി ഇന്ത്യൻ നാവികസേന മാറിയതായും അദ്ദേഹം വ്യക്തമാക്കി. 3 യുദ്ധക്കപ്പലുകളും ഇന്ത്യൻ നിർമ്മിതമെന്നത് അഭിമാനകരമാണ്. ഇന്ന് ആഗോളതലത്തിൽ വിശ്വസനീയവും ഉത്തരവാദിത്വമുള്ളതുമായ പങ്കാളിയായി ഇന്ത്യ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ എല്ലായ്പ്പോഴും സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സമൃദ്ധവുമായ ഇന്തോ പസഫിക് മേഖലയെ പിന്തുണച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യൻ നാവികസേനയിൽ 33 കപ്പലുകളും 7 മുങ്ങിക്കപ്പലുകളും ഉൾപ്പെടുത്താനായി. ഇന്ത്യയുടെ പ്രതിരോധ ഉത്പാദനം 1.25 ലക്ഷം കോടി കടന്നു. 100ലേറെ രാജ്യങ്ങളിലേക്ക് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മുംബൈയിലെ മസഗോൺ ഡോസ്ക് ലിമിറ്റഡാണ് പുതിയതായി കമ്മീഷനിംഗ് ചെയ്ത യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ചത്. പ്രതിരോധ യുദ്ധോപകരണ നിർമ്മാണത്തിലും സമുദ്ര സുരക്ഷയിലും ആഗോളതലത്തിൽ ഒന്നാമതാകുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തെ അടിവരയിടുന്നതാണ് ഈ മുൻനിര കപ്പലുകൾ. 7400 ടൺ കേവ് ഭാരമുള്ള കപ്പലാണ് INS സൂറത്ത്. ലോകത്തിലെ ഏറ്റവും വലുതും സങ്കീർണമായതുമായ ഡിസ്ട്രോയറുകളിൽ ഒന്നാണിത്. 75% തദ്ദേശീയമായി നിർമ്മിച്ച ഈ കപ്പലിൽ അത്യാധുനിക ആയുധ സെൻസർ പാക്കേജുകളും വിപുലമായ നെറ്റ്വർക്ക് കേന്ദ്രീകൃത സജ്ജീകരണങ്ങളുമുണ്ട്. പ്രോജക്ട് 15B പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 4ാമത്തെ യുദ്ധക്കപ്പലാണിത്. പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് കൃത്രിമ ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന നാവികസേനയുടെ ആദ്യ സ്മാർട്ട് ഷിപ്പാണിത്. നമ്മുടെ സമുദ്ര പൈതൃകത്തിനുള്ള ആദരവ് കൂടിയാണ് INS സൂറത്ത്. ആദ്യകാലങ്ങളിൽ ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ തലസ്ഥാനമായിരുന്നു ഗുജറാത്തിലെ സൂറത്ത്. ഈ അഭിമാനകരമായ പാരമ്പര്യം തുടരുന്ന INS സൂറത്തിനെ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോയാണ് രൂപകൽപ്പന ചെയ്തത്. പ്രോജക്ട് 17A എന്ന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ആദ്യ കപ്പലാണ് INS നീലഗിരി. തദ്ദേശീയ ഫ്രിഗേറ്റുകളുടെ അടുത്ത തലമുറയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ യുദ്ധക്കപ്പൽ. മെച്ചപ്പെട്ട അതിജീവനം,
കടൽ സംരക്ഷണം എന്നിവയ്ക്കായുള്ള നൂതന സവിശേഷതകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എതിരാളിയുടെ റഡാർ കണ്ണുകളിൽ പതിയാതെ ആക്രമണം നടത്താനുള്ള സാങ്കേതികവിദ്യ INS നീലഗിരിയുടെ സവിശേഷതയാണ്. ചരിത്രത്തിന്റെ തിരമാലകളിൽ നിന്ന് ഭാവിയുടെ ചക്രവാളത്തിലേക്ക് ഇന്ത്യയുടെ നാവികശക്തിയെ പുനർനിർവചിച്ച ഒരു പൈതൃകം കൂടിയുണ്ട് നീലഗിരിക്ക്. നാവിക ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഫ്രിഗേറ്റ് INS നീലഗിരി ആദ്യമായി കമ്മീഷൻ ചെയ്തത് 1972 ജൂൺ 3-നാണ്. 24 വർഷങ്ങൾ നീണ്ട മഹത്തായ സേവനത്തിന് ശേഷം 1996-ൽ നീലഗിരി ഡീകമ്മീഷൻ ചെയ്തു. അഭിമാനകരമായ പാരമ്പര്യം മുന്നോട്ട് നയിച്ചുകൊണ്ടാണ് നൂതന സാങ്കേതികവിദ്യയും ഇന്ത്യയുടെ സ്വാശ്രയ ദർശനവും ഉൾക്കൊള്ളുന്ന പുതിയ INS നീലഗിരി കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഡീസൽ ഇലക്ട്രിക് എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനിയാണ് INS വാഗ്ഷീർ. പ്രോജക്ട് 75 സ്കോർപിയൻ പദ്ധതിയുടെ 6ാമത്തെയും അവസാനത്തെയും അന്തർവാഹിനിയാണിത്. അന്തർവാഹിനി നിർമ്മാണത്തിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന വൈദഗ്ധ്യത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു. 1600 ടൺ കേവ് ഭാരമുള്ള ഈ യുദ്ധക്കപ്പലിൽ അത്യാധുനിക യുദ്ധോപകരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രാൻസിലെ നേവൽ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും നിർണായക നേട്ടം കൈവരിക്കുന്നതിനുമായി നിർമ്മിച്ച ഈ അണ്ടർ വാട്ടർ പവർ ഹൌസ് 50 വർഷം പഴക്കമുള്ള ഒരു പാരമ്പര്യത്തിന്റെ കൂടി ഭാഗമാണ്. നാവികസേനയുടെ അണ്ടർ വാട്ടർ വൈദഗ്ധ്യത്തിൽ ഒരു പുതിയ അധ്യായം സൃഷ്ടിച്ചുകൊണ്ടാണ് INS വാഗ്ഷീർ 1974-ൽ കമ്മീഷൻ ചെയ്തത്. വൈവിധ്യവും പ്രതിരോധശേഷിയും തന്ത്രപരമായ പ്രാധാന്യവും പ്രദർശിപ്പിക്കുന്ന നിരവധി പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിച്ച് വാഗ്ഷീർ 1997-ൽ ഡീകമ്മീഷൻ ചെയ്തു. അത്യാധുനിക സെൻസറുകളും ആയുധങ്ങളും വഹിക്കാൻ ശേഷിയുള്ളവയാണ് നാവികസേനയുടെ ഭാഗമായ 3 യുദ്ധക്കപ്പലുകളും. പ്രതിരോധ നിർമ്മാണത്തിലും സമുദ്ര സുരക്ഷയിലും ആഗോളതലത്തിൽ മുൻനിരയിലെത്താനുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെ സാക്ഷ്യപ്പെടുത്തുന്ന നാവികസേനയുടെ നിർണായക മുന്നേറ്റം. ഈ മുൻനിര കപ്പലുകളുടെ സാന്നിധ്യം രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തമാക്കുകയാണ്.